ഇന്നൊരു പ്രസ് മീറ്റ് വിളിക്കാൻ സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ടോൾ പ്ലാസത്തിൻ്റെ വിഷയം. അപ്പോൾ ടോൾ പ്ലാസത്തിൻ്റെ വിഷയത്തിൽ ചില കൺഫ്യൂഷൻസുകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ആ വിഷയം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണകളും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടോൾ പ്ലാസം കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും എന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അറിഞ്ഞ ദിവസമാണ് അന്ന് നമുക്ക് അറിഞ്ഞ ശേഷം ഇവിടെ നമുക്ക് ടോൾ പ്ലാസിൻ്റെ ആവശ്യമില്ല എന്നും നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഇവിടുത്തെ PD ആയിട്ടും അതേപോലെ എഞ്ചിനീയറുമായിട്ടും ഞങ്ങൾ ഒരു ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ULCCൻ്റെ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവർക്ക് ടോൾ എടുത്തേ മതിയാവും. മേഘത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നിടത്തോളം വെയിറ്റ് ആക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത്ര കോടി പൈസകളാണ് അവർ ചെലവിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എടുത്തേ മതിയാവും എന്നാണ് അവരെ ടോക്കിൽ നമുക്ക് അറിഞ്ഞത്. അപ്പോൾ എന്നാലും നമുക്കിവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ വലിയ പ്രോബ്ലംസുകൾ ഇവിടെ വരാൻ പോകുന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ മെയ് മാസത്തിൽ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കും അതേപോലെ NHA RO അവർക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ലെറ്ററിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുള്ളതാണ്. 20th May 2025 ഫസ്റ്റ് ലെറ്റർ ഇവിടുന്നത് പോകുന്നത്. ഒന്ന് റീജിയണൽ ഓഫീസർക്കും അതേപോലെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കും. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും നമുക്കിവിടെ ടോളിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് 25 കിലോമീറ്റേഴ്സിൻ്റെ അകത്താണ് ഇവിടെ ആരിക്കാടിൽ ടോൾ വരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. 2 പ്രാവശ്യം ടോൾ കെട്ടാൻ സാധിക്കുന്നില്ല ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായത്. അതായ ശേഷം വീണ്ടും ട്രിവാൻഡ്രംക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ RO മീറ്റ് ആക്കിയിട്ടായിട്ട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഗഡ്കരിജിയോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് അവിടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായ ശേഷം കുറച്ച് നീണ്ടി അപ്പോൾ നോക്കാം എന്നുള്ള വാക്കാണ് വന്നിട്ടുണ്ടായത്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങളും അത് നോക്കിയിട്ടായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു വാക്കുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് മേഘത്തിൻ്റെ വർക്ക് പിന്നെ സ്ലോ ആയി, വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ടോൾ ഇവിടെ സ്ഥാപിച്ചേ പറ്റൂ എന്നാണ് ഒരു വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. സോ അതുകൊണ്ട് വീണ്ടും നമ്മളൊരു ലെറ്ററാണ് സെപ്റ്റംബർ മാസത്തിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈ ഹാൻഡാണ് അത് കൊടുത്തത്. ബൈ ഹാൻഡ് കൊടുത്തിട്ട് ആരിക്കാടിൽ ടോൾ വരുന്നുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് പറ്റില്ല ജനങ്ങൾക്കെന്ന് പറഞ്ഞിട്ടായിട്ട് സെപ്റ്റംബർ മാസത്തിൽ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആയിട്ടില്ല. പിന്നെ 12/1/2026 വീണ്ടും ഒരു ലെറ്ററാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖർജിക്ക് വിഷയങ്ങൾ ഇവിടെ ടോൾ വന്ന ശേഷമാണ് വീണ്ടും ഒരു ലെറ്റർ കൊടുത്തു. അത് ഇവിടെ കൊടുത്തു. നിതിൻ ഗഡ്കരിജിക്കും ഞങ്ങൾ മെയിൽ ചെയ്തു, അതേപോലെ ROക്കും കൊടുത്തു. അതായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് PD ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കണ്ണൂർ PD ആയിട്ടുള്ള PDനോട് സംസാരിച്ചിട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നാലും അവർക്ക് ടോൾ എടുത്തേ മതിയാവൂ. ബിക്കോസ് ഇവിടെ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൊന്ന് തടസ്സം പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഇത് താത്കാലികമായിട്ടുള്ള ടെമ്പററി ടോൾ ആയതുകൊണ്ട് ഒന്ന് സഹകരണം വേണം എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സഹകരണം BJPയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ബിക്കോസ് നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എപ്പോഴും BJP അവരെ കൂടെ നിൽക്കുന്നില്ല. നമുക്ക് ഡെവലപ്മെൻറ്റ്സ് വേണ്ടതാണ്. നമുക്ക് ഈ ഇത്ര നല്ലതായിട്ടുള്ള ഹൈവേസ് വന്നത് നമുക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്, ടൈം സേവിങ് ഉണ്ട്, പെട്രോൾ നമ്മുടെ വണ്ടിൻ്റെ മൈലേജ് കൂടിയിട്ടുണ്ട്, എല്ലാവും ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് 2 പ്രാവശ്യം ടോൾ കെട്ടാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് വി ആർ ഓൾസോ നോട്ട് റെഡി ടു പേ. ഞാൻ തന്നെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ കുറേ പൈസകൾ പോയിട്ടുള്ളതാണ്. പിന്നെയാണ് ഒരു മന്ത്ലി പാസ് എടുത്തിട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ വേണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള ലെറ്റേഴ്സുകളും റിക്വസ്റ്റുകളും വീണ്ടും നമ്മൾ അതിൻ്റെ ഫോളോഅപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്നലെ നമുക്ക് കിട്ടിയ വാർത്ത ആണ് ഇവിടെ ടോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കി. പക്ഷേ ഇവിടെ BJP ഒന്നും ചെയ്തിട്ടില്ല.
BJP മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു. BJP എവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിട്ട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ BJPക്ക് അറിയാം എവിടെയാണ് സമരം ചെയ്യേണ്ടത്, കാര്യത്തിന് സമരം ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു. ചില കാര്യങ്ങളിൽ നമുക്ക് സമരം ചെയ്യുന്ന ആവശ്യമില്ല. ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ പോയിട്ടായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് BJPക്ക് അറിയാം. ബിക്കോസ് BJP കഴിഞ്ഞ 11 കൊല്ലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരും ഭാരതം ഒരു നവഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓരോ ജനങ്ങൾക്ക്, ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങളെ നമ്മൾ ഒരാളെയും പോലും വേലിൽ നിർത്താണ്ട്, അടിക്കൊള്ളിക്കാണ്ട്, കേസ് വരുത്താണ്ട് നമ്മൾ ഈ ടോളിനെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. AKM അഷ്റഫ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് MLA ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്ത് ഡെവലപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്, ഒട്ടം പൂജ്യമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവർക്ക് വേലത്തിൽ നിപ്പിച്ചുകൊണ്ട് ലാട്ടി ചാർജും കിട്ടി, കേസും കിട്ടി. ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം കളഞ്ഞിട്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു MLA ആണ് AKM അഷ്റഫ്. സോ BJP ഏതോ ഒരു നമുക്ക് സമരം ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഒന്ന് ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കാൻ സാധിക്കാത്ത ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അതേ സ്ഥലത്ത് കുത്തിരുന്നിട്ടായിട്ട് നൈറ്റ് മഴ വന്നെങ്കിൽ പോലും എണിക്കാണ്ട് സമരം ചെയ്തിട്ടായിട്ട് ആ ബോഡിന്ന് പോസ്റ്റ്മോർട്ടം ആയ ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെ സമരം ചെയ്യണം, എവിടെയാണ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യണം എന്ന് നന്നായിട്ട് BJPക്ക് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ സൈലൻ്റായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് ദ സക്സസ് ബി ലൗഡർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിട്ട് ഇന്ന് നമുക്കൊരു സക്സസ് കിട്ടിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ വിജയമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ഇവിടെ വർക്ക് നടത്തിയിട്ടായിട്ട് ജനങ്ങളൊപ്പം ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടായിട്ട് നമ്മൾ വീണ്ടും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. സോ ഈ വിഷയം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത്.